ഇടുക്കി ജില്ലയിലെ CPIM സെക്രട്ടറി ആയിട്ടുള്ള CV വർഗീസ്, ഇദ്ദേഹം വലിയ തോതിലുള്ള ബിനാമി ഇടപാടുകളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ബിസിനസ് സാമ്രാജ്യവും കെട്ടിപ്പടുത്ത് പാർട്ടിയുടെ മറവിൽ വലിയ തോതിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. എല്ലാ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പാർട്ടിയെ കൃത്യമായി ഉപയോഗിക്കാറുമുണ്ട്. ഇത് MM മണി അടക്കമുള്ളവർ തുറന്നു പറയുന്ന സാഹചര്യമാണ്. എന്നാലും CV വർഗീസിനെതിരെ ഒരില പോലും പാർട്ടിക്കുള്ളിൽ അനങ്ങാതിരിക്കാനുള്ള മറ്റ് പല പരിപാടികളും അദ്ദേഹം ഒപ്പിക്കുന്നു എന്നുള്ളതാണ് വ്യക്തം. അനധികൃത പാറ ഖനനവും മണ്ണ് ഖനനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയരുകയാണ്. ഇടുക്കിയിലെ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് CV വർഗീസിനെതിരെ. എന്നാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയും തൻ്റെ പാർട്ടിയെയും തേജോവധം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നാണ്. പാർട്ടി തന്നെ പലപ്പോഴായി CV വർഗീസിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. CV വർഗീസിനെതിരെയും മകനെതിരെയും മരുമകനെതിരെയുമാണ് ഇപ്പോൾ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേസ് എടുത്തിരിക്കുന്നത്. ഒന്ന് നോക്കൂ, കൃത്യമായി പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ സമസ്ത മേഖലയിലും CV വർഗീസിൻ്റെ ബസ്സുകൾ നിരവധിയായി ഉണ്ട്. നിരവധിയായിട്ടുള്ള മറ്റ് പല ബിസിനസ് സംരംഭങ്ങളുമുണ്ട്. ഫിനാൻസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഒക്കെ CV വർഗീസിൻ്റെ ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ മറ്റൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ CV വർഗീസ് പാർട്ടിയെ കൃത്യമായി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ആ CV വർഗീസിനെതിരെയാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. പാർട്ടി പ്രതിക്കൂട്ടിലായേക്കാവുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം വരുന്ന പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികളെയും ലോക്കൽ കമ്മിറ്റികളെയും എല്ലാം നിയന്ത്രിക്കുന്ന രീതിയിൽ ഒരു വൻ ചാലക ശക്തിയായി CV വർഗീസ് മാറാൻ തുടങ്ങിയിട്ട് 10-15 കൊല്ലമായി. നേരത്തെ KK ജയചന്ദ്രൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും MM മണി ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും CV വർഗീസിൻ്റെ വലിയ രീതിയിലുള്ള അതിപ്രസരം, പാർട്ടിയുടെ ഫണ്ട് കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായി ജില്ലാ കമ്മിറ്റി കൃത്യമായും ആശ്രയിച്ചിരുന്നത് CV വർഗീസിനെ തന്നെയെന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ പല സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലും CV വർഗീസ് കൃത്യമായി പണം സ്പോൺസർ ചെയ്തിരുന്നു എന്നുള്ള ആരോപണമാണ് വരുന്നത്. അത്രയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സെറ്റപ്പിലേക്ക് അദ്ദേഹം എങ്ങനെ പടർന്ന് പന്തലിച്ചു, വലിയ രീതിയിലുള്ള ഒരു മായാജാലം തന്നെ തീർക്കുന്ന സാഹചര്യം അദ്ദേഹം എങ്ങനെ ഒരുക്കി, ഏവരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും നീക്കാൻ കഴിയാത്തത്. ഇദ്ദേഹം മുൻപ് പല നേതാക്കൾക്കെതിരെയും കൊലവിളി നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ ഇടുക്കി ജില്ലയിൽ CPIMനെ മുന്നോട്ടല്ല പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇത്തവണ CPIMന് ഇടുക്കി ജില്ലയിൽ അടിതെറ്റാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിന് സ്വാധീനമുള്ള ഇടുക്കി നിയമസഭാ മണ്ഡലം അടക്കം എല്ലായിടത്തും അടിപറ്റും. കാരണം CPIMന് മൊത്തത്തിൽ വോട്ട് ചോർച്ച അതുണ്ടാക്കാൻ കാരണമാകുന്നത് അടിസ്ഥാനപരമായും ബൂർഷ്വാസി നയവുമായി നടക്കുന്ന ഒരു ജില്ലാ സെക്രട്ടറി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അനധികൃതമായ പാറ ഖനനവും മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ തള്ളിക്കളയുന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള ചൂഷണവും ഒക്കെയാണ് CPIMൻ്റെ ഇപ്പോൾ പതിവ് ശൈലിയെന്ന് വ്യക്തം.